ഇന്നലെ രാത്രി ഒരു സംഭവം അരിപ്പരിശായി പോവാ. ഇവരെ കാത്തിക്കണം പിന്നെ ഇത്രയും തിരക്ക്. ഹലോ ഹലോ. അപ്പൊ റെഡി ആയിട്ട് കുറെ സമയമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കുറച്ചു നേരമായി കാത്തിക്കുന്ന സീനാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ ഒരു കല്യാണം ഉണ്ട്. നമ്മളെ വീടിന്റെ അടുത്ത് തന്നെയാണ് അല്ലേ. ഇന്നലെ പിന്നെ ശ്രീനാടിനും മണിക്കൂറിനെല്ലാം പോയിട്ട് വന്നു. നമ്മൾ ഇന്നിതാ കല്യാണത്തിന് മടിച്ച് റെഡി ആയി നിൽക്കുന്നു. ഒരാൾ ജിമ്മിന് പോയിട്ട് ഇപ്പൊ എത്തിനത്ര. അപ്പൊ ഞാൻ കുറേ നേരമായി കാത്തിക്കുന്നു. രാവിലെ പോയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് വേഗം വരാന്ന് പറഞ്ഞിട്ട് തന്നെയാ. കാരണം പിള്ളേർക്ക് എക്സാം ആയതുകൊണ്ട് അവരൊരു 12:45 1 മണിയാകുമ്പോൾ എത്തും. അപ്പൊ മണിക്കൂറിനോട് എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. അഥവാ നമ്മൾ എത്താൻ വൈകിയെങ്കിൽ ഭക്ഷണം കഴിച്ചോന്നില്ലത്. അവര് ഭക്ഷണം എടുത്തില്ല. അവര് ഉച്ചവരെ എക്സാം ആയതുകൊണ്ട് ഉച്ചവരെയില്ലു. അപ്പൊ നമ്മുടെ തൊട്ടടുത്തില്ലേ വാസംപൂരിന്റെ സരസ്വതി കുട്ടീന്റെ കല്യാണമാണ്. അത് പിന്നെ ഇവിടെ കുഞ്ഞുമംഗലം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ ഏതായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവാണ്. നമ്മളെ കല്യാണ വിശേഷം പിന്നെ അതെല്ലാം ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് പ്രിയന്റെ ലുക്ക്? പുതിയ സാരി ഒന്നല്ല കേട്ടോ, പഴയ സാരിയാണ്. പഴയ കൊല്ലം കുറേ. എത്ര പ്രവീണാന്റെ കല്യാണത്തിന് മേടിച്ചെന്നെയാണ്. അതല്ലേ, കുറെ വർഷമായി മേടിച്ചെന്നെ. അവർക്ക് ഇപ്പൊ ഒരു കുട്ടിയായി, 2-3 വർഷമായി. 3 വർഷത്തിനായി. അപ്പൊ ഇതിന്റെ ബ്ലൗസ് ഇടയ്ക്ക് എനിക്ക് ഒരു ടൈറ്റ് ആയി പോയിട്ട് ഞാൻ അടവിച്ചു. അപ്പൊ ഇന്ന് ഇട്ട് നോക്കുമ്പോണ്ട് കറക്റ്റ്. മെലിയല്ല, ആദ്യത്തെ ലെവലിന് കുറച്ച് തടിച്ചിട്ടുണ്ടായിന്. ഇപ്പൊ അതേ ലെവലിലെത്തി. അപ്പൊ എങ്ങനെയുണ്ടെന്ന് എല്ലാരും പറഞ്ഞോളൂ. അപ്പൊ ലിങ്ക് ആരും ചോദിക്കണ്ട. ചോദിക്കേണ്ടത് ഏതോ കടയിൽ നിന്ന് മേടിച്ചതാണ്. അതൊന്നും ഓർമ്മയില്ല അല്ലെ. അല്ല എനക്കൊന്ന് അവര് മേടിച്ചു തന്നതാ. ഇത് പ്രവീണാട്ടം മേടിച്ചെന്നെയാണ്. അവര് കല്യാണത്തിന് അവര് മേടിച്ചെന്ന സാരിയാണ്. പക്ഷെ എനക്കെന്തോ ഈ കളറിനോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാരി എടുത്തതിന് ഈ ഒരു കളർ ഇത്രയും വർഷമായിട്ട് ഒന്നും പറ്റിയിട്ട് നല്ല സാരി. ഇത് സാരി പരിചയായി പോവാ. നല്ല സാരി. അപ്പൊ ഏതായാലും നമുക്ക് പോവാം. നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പൊ എന്നെ മാത്രം കാണിച്ചു, ശ്രീനാടിനെ കാണിച്ചു. മുണ്ട് കൊടുക്കാൻ അറിയില്ല. നമ്മ പാന്റിൽ തന്നെ അപ്പൊ വണ്ടേ ചെറുപ്പത്തിലെ പാന്റ് കൊണ്ടുകൊടുക്കുമ്പോ നല്ല രസമുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ മുണ്ട് വളരെ കുറവാണ്. പക്ഷെ എനിക്ക് പണ്ടേ മുണ്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ സീനാട്ടിനാണ് മുണ്ട് കൊടുക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. ഞാൻ ഉടുത്ത് കഴിഞ്ഞാൽ ശരിയല്ല. നോക്കടാ, ഒന്ന് അങ്ങോട്ടേക്ക് ഒന്ന് ഇങ്ങോട്ടേക്ക്. ഇത് ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെയല്ല, കംഫർട്ടബിൾ അല്ല. പാന്റ് ഉടുത്തിട്ടില്ലേ ഒരു ശീലായിരിക്കണം. ശീലായിക്കോളൂ 2 തൊട്ട് കൊടുക്കുമ്പോ. പിന്നെ ലുങ്കിയാണ്. ലുങ്കി പിന്നെ കുഴപ്പമില്ലല്ലോ, എങ്ങനെയാലും കാര്യങ്ങൾ വരുന്നത്. ഡബിൾ ആയിട്ട് അറിയില്ല, അത് എനിക്ക് അത്ര. പക്ഷെ ബ്ലാക്ക് ഷർട്ട് ബ്ലാക്ക് പ്രിയന്റെ ചോയ്സ് ആണ്. ഞാൻ ആ മുണ്ടെടുത്തപ്പോ ബ്ലാക്ക് അല്ല, സത്യം ആകെ ഒരു മുണ്ടയില്ലോ അതിന് ബ്ലാക്ക് മുണ്ടയില്ല. സത്യമാണത്, ഒരു മുണ്ടയില്ല. ആ ഒരു ബ്ലാക്ക് ഇതില്ലത്. അപ്പൊ പറഞ്ഞു എന്നാ പിന്നെ ബ്ലാക്ക് ഷർട്ട് തന്നെ ഇട്ടോ, അതിന്റെ പരം അതാകുമ്പോ ഒരു മാച്ചായില്ലേ. അങ്ങനെ നോർമലി. അപ്പൊ പിന്നെ നമുക്ക് പോവാന്നാല് വർത്താനം പറഞ്ഞ കല്യാണം കഴിഞ്ഞ അവര് വീട്ടിൽ പോകും. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ രാത്രി എത്തി അല്ലേ. സമയമായി 11 മണിയായി. 10:30ക്കും 12:30ക്കും അടക്കാന്ന് തോന്നുന്നു മുഹൂർത്തം. 10:00ക്കും 12:30 അത്ര ഗ്യാപ്പ്. 10:30ക്കും 12 അല്ല, അത്രയും ഉണ്ട് സമയം. ആ സമയം വരെ ഉണ്ട്. ഞാൻ ഇന്നല്ല പിന്നെ എനക്ക് കത്തയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ 11 മണിക്കും 13ക്കും അങ്ങനെ അരമണിക്കൂറിന്റെ ഗ്യാപ്പ് കാണലുണ്ട്. അല്ല, അങ്ങനെയൊന്നല്ല. ഇപ്പൊ മാറി, കാലം മാറിയിട്ടുണ്ട്. കത്തെല്ലാം വായിച്ചിട്ട് കൊറേ നാളായിട്ട് കത്തുണ്ടായിരുന്നു. വാട്സപ്പിൽ കത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞത് ഇനി അതല്ലേമോ നോക്കിട്ട് പിന്നെ മാറ്റി പറയാം. ഇടക്കല്ലോ നമ്മള് നേരെ എത്തണ്ടിയാന്നേ. ഇത്ര നേരം ഇവിടെ എന്നെ കാത്തുന്നു. ഇപ്പൊ എവിടെയാന്ന് പറയുന്ന വെച്ചാല് ഇവക്ക് ക്ലിപ്പ് വാങ്ങണം പോലും. ആ ഒരു ക്ലിപ്പ് ഇടുമ്പോ പൊട്ടിപ്പോയി. അത് ഇന്നത്തെ ദിവസം തന്നെ പൊട്ടുകയും ചെയ്തു. തനി പെണ്ണിന്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ പിന്നെ ഞാൻ ആണാകൊണ്ട് പെണ്ണന്നല്ലേ. അങ്ങനെയല്ല, അങ്ങനെയൊന്നല്ല, അത് പൊട്ടിപ്പോയനിപ്പൊ എന്ത് ചെയ്യണ്ട. അപ്പൊ ഒരു തൽക്കാലം ഒന്ന് കിട്ടും. അതാണെങ്കിൽ പിന്നെ വല്ലാത്തൊരു പുട്ടത് പൊട്ടിയില്ല. വേറൊരു ബ്ലാക്ക് ഉണ്ടായിന്, അത് പൊട്ടിപ്പോയി. ഇന്ന് തന്നെ പൊട്ടുകയും ചെയ്തു. ഇത്രയും ദിവസം ഉണ്ടായിട്ട് അതിന് പൊട്ടാൻ കണ്ടിട്ട് ഇന്നത് ഇടുമ്പോഴത്തേക്ക് ഇട്ടും. ഇപ്പഴത്തെല്ലാം വണ്ടി വരുന്നത് നിങ്ങൾ എല്ലാ പരിപാടിയാണ്. ഇറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് വീട്ടിൽ എന്നെ ഇത്ര നേരം കാത്തുന്നു. ഷീഡി എത്തുമ്പോൾ ഇവിടെ ഫാൻസി കാണുമ്പോൾ ഇവള് ശരിക്കും പെണ്ണിന്റെ സ്വഭാവം എടുക്കാൻ തുടങ്ങിയിട്ട് ക്ലിപ്പ് മാറ്റണം പോലും. എങ്ങനെ ക്ലിപ്പ് മാറ്റാൻ വേണ്ടി അടുത്തില്ല ഫാൻസിയിലേക്ക് പോയിന്ന്.
കീർത്തന ഫാൻസി. ക്ലിപ്പ് കിട്ടിയാ? വീട്ടിൽ നിന്ന് ഒരുങ്ങിയത് പോരാ അല്ലേ? അതെയാ, ഒരു ബോക്സ് തന്നെ വാങ്ങിയില്ല പൊട്ട്. എനിക്ക് അന്ന് ഞാനൊരു ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന സമയത്ത് പൊട്ട് വാങ്ങിയിട്ട് ഒരു വലിയ. അതെ, അപ്പൊ മാറ്റിയത് ബ്ലൂ ആക്കി. ക്ലിപ്പ് എവിടെ? അല്ല, കല്യാണം ഇത് വണ്ടി വിട്. പിന്നെ അത് പൊട്ടിപ്പോയി. പിന്നെ അവിടെ കാണുമ്പോ വിചാരിച്ച് മറ്റേത് കൊടുത്തേക്കാം. പിന്നെ പൊട്ട് കാണുന്നുണ്ട് ഒരു സൈഡിൽ. അപ്പൊ പിന്നെ പൊട്ട് കൊടുത്തു. കുറച്ചു നേരം നിന്നാ പിന്നെ എന്തെങ്കിലും കൊടുക്കാം. നമുക്ക് പോവാൻ. കല്യാണമെല്ലാം കഴിഞ്ഞ് ഞങ്ങള് ഭക്ഷണമെല്ലാം കഴിച്ച് വീട്ടിലെത്തിയ സമയത്ത് ഇപ്പൊ സന്ധ്യയായി. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണം അടിപൊളി, ഭക്ഷണം അതിലും അടിപൊളി. നല്ല വെജിറ്റേറിയൻ സദ്യ, ഒരു ബ്രാഹ്മണ സദ്യ. അതെ, ബ്രാഹ്മിൻസിന്റെ കല്യാണമാണ്. അപ്പൊ അതിന്റെ തന്നെ ഒരു പച്ചടിയും കിച്ചടി അല്ലേ, മധുര ഇതെല്ലാം ആയിട്ടുള്ള അടിപൊളി സദ്യ. അയ്യോ, അതാ ക്യൂബ്സ്, ബിൽഡിംഗ് ബ്ലോക്സ്. അമ്മമ്മ ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാരും പോയിട്ടാ, സെയിം ഡേ നമ്മളും പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുക്കാൻ മറന്നുപോയി. അതെന്തുകൊണ്ട്? ഞാൻ പോയിട്ടാ, അതുകൊണ്ട് ബ്ലോഗ് എടുത്ത്, അല്ല ബ്ലോഗ് എന്ന് പറയുന്നത് ബ്ലോഗ് എടുത്തിട്ടേ വരും. ഇവള് വന്നില്ല. അപ്പൊ കുട്ടികൾ, ഞാനും അച്ഛനും നരിക്കോടും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അതെ. ഓ, എന്തെന്ന് മണിക്കൂട്ടെ കാണുമ്പോ എന്തോ അത് സ്ലൈമായിട്ട് എടുത്ത് ശരിക്കും ആക്കും മണിക്കൂട്ട അത്. പിന്നെ അപ്പൊ അങ്ങനെ മേതൂട്ടി, ഓ പറഞ്ഞല്ലേ എന്റെ അമ്മ വാങ്ങിച്ചു തന്നെയാന്ന്. അപ്പൊ കാണിച്ചു കൊടുത്ത മേത് ഏതാ അത്? പിങ്ക് സ്ലൈം അല്ലേ? അമ്മ എന്തെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ചന്തേന്ന് വാങ്ങിയല്ലേ ഇത്? എങ്ങനെയുണ്ട് ഉത്സവം കണ്ടിട്ട് അമ്മ? ഉത്സവം അല്ലേ? ഉത്സവം എന്ന് പറഞ്ഞാൽ എനക്ക് കുട്ടികളെയും പറ്റി നമ്മ പിന്നെ അമ്പലത്തിലേക്ക് പോയി. ഇവര് പോയി തൊഴുതു നടന്നിട്ട് വന്നു അല്ലേ? നല്ല തിരക്കുണ്ടായില്ലേ? നല്ല തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. പ്രിയ വരുമായിരുന്നു, പക്ഷെ വന്നൂടെ. അതെ, അമ്പലത്തിലേക്ക് കയറാൻ പറ്റാത്തോണ്ട് പിന്നെ ഇത്രയും തിരക്കില് പുറത്താടെ നിന്നിട്ട് ഇവര് പറഞ്ഞു നമ്മൾ അമ്പലത്തിൽ പോയിട്ട് കേറിയിട്ട് വരാ, നീ പുറത്ത് നിന്നോ അത് വരാം. ഞാൻ അത് വേണ്ട, ഞാൻ പുറത്ത് നിന്നിട്ട് ഇവരെ കാത്തിക്കണം. പിന്നെ ഇത്രയും തിരക്കില് ഉത്സവത്തിന് അധികം പോകുന്നത് ഉത്സവം കാണില്ല കേട്ടോ. ഉത്സവം കാണാന്ന് പറഞ്ഞ കുട്ടികളെ ഉത്സവം ഞാൻ എന്റെ ചെറുപ്പത്ത് കണ്ടു. കാരണം അമ്മേരെ വീട് തളിപ്പറമ്പിലാണ്. അപ്പൊ വല്യമ്മേന്റെ വീട് ഇവിടെ അമ്പലത്തിന്റെ അടുത്ത് അഗിജോലുമേരെ വീട്. ആടുന്നാണ് നമ്മള് പൊലച്ചക്ക് ഉത്സവം കാണാൻ പോവാ. ഇപ്പാന്ന് കൊറേ നാളായിട്ട് ചേച്ചിന്റെ അടുത്ത് നിന്നിട്ടാണ് കണ്ടത്. അത് കുട്ടികളെയൊന്നും കൂട്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കുകയില്ല. ഇവര് ആരെല്ലാരും 3 മണി 4 മണിയെല്ലാം ആകുമ്പോ ഉത്സവം വരുവായിരുന്നു. എനിക്ക് ഉറക്കം വരില്ല. അങ്ങനെയില്ല, എന്നെയും കൂട്ടിട്ടാ പോണ്ട്. മേതൂട്ടിക്ക് ഇതും മേതൂട്ടിക്ക് അന്ന് ഉത്സവത്തിന് മേടിച്ച ഹെയർ ബാൻഡ്. അതെ, മേതൂട്ടിന്റെ വീഡിയോ കാണുന്നവരാ ഉത്സവത്തിന് പോയാരോ? ഒരു സ്പെഷ്യലും ഇല്ല, വേണ്ട. എന്തേ അമ്മ നേരത്തെ വാക്കുന്നു, ആ ചെരുപ്പെല്ലാം അങ്ങോട്ട് ഒതുക്കി വെച്ചാല് എനിക്ക് മേഗി ആക്കി തരാം. അല്ല, മേഗി ആക്കിക്കൂന്ന് വന്നു. ഇപ്പൊ വാക്ക് തെറ്റിക്കുന്നുണ്ട്. എന്നാ പിന്നെ ആക്കിക്കോ. അറിയാം. എന്ത് ചോദ്യാണത്? പക്ഷെ കുക്കിങ്ങിന് കുറച്ച് കാര്യങ്ങളിലാക്കി തരും. മുട്ട, അതേപോലെ മാഗി, ഇൻഗ്രീഡിയൻസ് വരൂന്നാ.
ഏത് നേരവും തീറ്റ 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 തീറ്റ. എന്നിട്ട് തടി കുറയുന്നില്ല. എന്നിട്ട് ജിമ്മിൽ പോ. അതല്ല തീറ്റ ഫുള്ള് നേരം തിന്നിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും. ഇവരെല്ലാം നോക്കണമെങ്കിൽ എനക്ക് ആരോഗ്യം ഈ തീറ്റയൊന്നും പോരാ, അത് സത്യമാണ്. പോരാ. അപ്പൊ ഈ ആരോഗ്യം ഞാൻ നോക്കിയില്ലെങ്കിൽ പിന്നെ ഞാൻ സൈഡാവും. അതുകൊണ്ട് ഞാൻ കൊണ്ടുകൊണ്ടേയിരിക്കും, എക്സസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്റെ ഇൻഗ്രീഡിയൻസ് കൊള്ളാം. നമ്മളോ അപ്പൊ എനിക്ക് മാഗി ആക്കാൻ അറിയിച്ചിട്ട് അങ്ങനെയാണ്. അപ്പം നമ്മുടെ മണിക്കുട്ടന്റെ മാഗി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. ഫസ്റ്റ് സ്റ്റെപ്പ് അതല്ല മറ്റേത് എടുത്തോ, വേറൊന്നും കിട്ടാം. ഞാനിത് വലുതാണ്, ഞാൻ വരുന്നില്ല ഇങ്ങോട്ട്. വലിയ ഷോ ചെയ്യാം. മാറ്റിയല്ലേ. വേഗം എടുത്തോ. ഞാനപ്പോ പോവേന്നെ. ഇനിയിപ്പോ മണിക്കൂട്ടം മാത്രം. ഞാൻ ഇവിടെ നിക്കണോ പോണോ? പിന്നെ ശരി. എന്നിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ഇതിലേക്ക് എടുക്കാം. മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ എടുക്കാം. വെള്ളം എന്നിട്ട് മറി 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 ഇടിങ്ങനെ വെക്കാം. Press the on button manual 1 2 3 4. ഹൈ ഫ്ലെയിമിൽ വെക്കും അല്ലേ? ഇനി ആ വെള്ളം ഒന്ന് തിളച്ച് വരും. അധികം സമയം വരെ കാത്തിക്കണം. വീടിന്റെ പരിപാടി എന്താണെന്ന് അറിയാം. ഞാൻ മാഗി ആക്കുന്നവരെ ഇവൾ കാണില്ല. ആക്കി കഴിഞ്ഞിട്ട് പ്ലേറ്റ് എടുക്കാൻ പോകുമ്പോ ഏട്ടാ മാഗി റെഡിയായാ. മേതുട്ടിന്റെ ഒരു പല്ല് നമ്മ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിന്. പല്ല് കാണിച്ചത് സംസാരിക്കുമ്പോ ഇങ്ങനെ കാറ്റ് പോകുന്നുണ്ട് ടൈലെ കൂടെ. പല്ല് വരുന്നുണ്ടോ ടീച്ചർ? ഹൈപ്രിയൊന്നും വരൂല, അതിന് സമയം എടുക്കും അല്ലേ? 5-6 മാസം എടുക്കും. 5-6 മാസം എടുക്കും. ഒരു കൊല്ലം. ആ മഹനീന്റെ പല്ല് ഇതുവരെ വരണത്. ഇതാണ് വരാത്തെ, ബാക്കിയെല്ലാം വരുന്നുണ്ട്. ഇത് കുറച്ച് ദിവസം. അപ്പൊ ഇതാ നമ്മളെ സാധനം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. എത്ര മാഗി ഇടാൻ പോകുന്നു? 3 3 വെള്ളം മതിയാവുക? വെള്ളം മതി, ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിക്കും അല്ലേ? എന്താണ് തിളച്ചിനൊന്നും അറിയാൻ വേണ്ടി ചെന്നാൽ നമ്മൾ നോക്കേണ്ടത് കുമ്പളൊക്കെ. അധികം ചോദ്യം വേണ്ടെന്നും പറയുന്നുണ്ടല്ലേ നീ? അതല്ലേ തിളഞ്ഞില്ലേ, തിളച്ച് വരുന്നുണ്ടല്ലോ അതല്ലേ കുമ്പളങ്ങൾ തോന്നുന്നു. അടുത്തത് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാല് മാഗി എടുക്കണം. നമുക്കിവിടെ മുട്ടയുടെ ആവശ്യമുണ്ടോ? കേട്ടോ, എനക്ക് വേണ്ട, ഞാൻ മാഗി കഴിക്കുന്നില്ല. എനിക്ക് മുട്ട വേണം. ഒരു പീസ് എടുത്തു, ഒന്നിട്ടു. രണ്ടാമത്തെ ഒരു പീസ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇനി ഇതും ഒന്ന് റെഡിയായി വരണം. ഈ വെള്ളം മതിയാവൂല അല്ലേ അച്ഛാ? ഈ വെള്ളം മതിയാവില്ല. ഓ മാഗി ആക്കാൻ അറിയാമെന്നെല്ലാം പറഞ്ഞ ആളാണ്. ഇപ്പൊ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കൊടുത്തിട്ട് നിന്റെ ഈ മോഡലില് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമല്ലോ. പറഞ്ഞു കൊടുക്കുന്നില്ലേ? വെള്ളം ഒഴിക്കണം. ഇത്ര തീയതി ഇതിൽ മതി. ഇങ്ങനെ കുക്കായി വരുന്നത് നമുക്ക് കാത്തിക്കാം. ഇന്നലെ രാത്രി ഒരു സംഭവം നടന്നു. എന്താന്നറിയാം, ഒരു മാഗി ഈ പോയി 12 മണിക്ക് എണീച്ചിട്ട് ഒരു മാഗി അടിച്ചു. ഈ കേൾക്കുന്നുണ്ടാ? ശരിയാണോ കേൾക്കുന്നത്? 12 മണിയാകുമ്പോ ഇവള് പറയുന്നത് എനിക്ക് വിശക്കുന്നത്. എന്നെ ഒന്ന് വിളിച്ചുകൂടെ? നീ അപ്പൊ ഇങ്ങനെയാ ഉണ്ടായിരുന്നു. അപ്പൊ ഇവളെ സംബന്ധിച്ച് ഇവക്കൊരു ഉറപ്പില്ല. മാഗിക്ക് വേണ്ടിട്ട് ഇവിടെ എന്തു ചെയ്യും?
വേഗി നോക്കിയിട്ട് കളിക്കുന്ന കളി അതൊക്കെ ശ്രദ്ധിക്കണം. അടുപ്പിന്റെ ഉള്ളിൽ കയറല. അടക്ക്. മതി 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 മതി. എന്നോട് നേരത്തെ ഒരു 5 മിനിറ്റ് മുന്നേ എന്താ പറഞ്ഞറിയാ, ഞാൻ മാഗി ആക്കുമ്പോ എനിക്ക് തരില്ല പറഞ്ഞു. നേരെ എന്നോട് പറഞ്ഞു ആ തരണ്ടോ, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ ആളാണ്. എനിക്ക് മാഗി വേണ്ടല്ലോ. ഒരാള് കുശുമ്പായിട്ട് പോയി. എന്താ കുശുമ്പായി പോയി? ഇത് അളക്കാൻ കൊടുക്കാം. ഇടറ ഇനിയിപ്പോ അടുത്ത പരിപാടിയാണ്. അടുത്ത പരിപാടി എന്ന് വെച്ചാ എനിക്ക് സ്ലോ ആക്ക്, ഫയർ സ്ലോ ആക്ക്. 300 ഇട്ട് ഇത് നമുക്ക് ഇത് കണ്ട ഇതിന്റെ പേരാണ്. ഇതാണ് മസാല. മസാല ഇതിലേക്ക് ഇടണം. മൂന്ന് മസാല ഉണ്ട്. ആ 3 മസാല ഇതിലേക്ക് ഇടണം. തെച്ചി വടിക്കാവുന്നു. റെഡി ആവേണ്ട താമസം കേട്ടാ. പ്ലേറ്റ് എല്ലാം പറ പറന്നെത്തി. താഴെ എടുത്ത് നോക്ക്. നല്ല ചൂടാതെ ഞാൻ എടുത്ത് വെക്കാം. അടക്ക്. ആ പാത്രം കാണിച്ചോളൂ. മേതുട്ടിക്ക് ഇത്ര മതി. ഓള് ഇത്ര ഇട്ടോളൂ ഇട്ടോളൂ അല്ലേ മേതുട്ടി? എത്ര വേണമെന്നൊന്നും പറയില്ല. ഇട്ടോളൂ ഇട്ടോളൂ. മതി മതി മതിടാ. അടുത്തത് എന്റേതാണ്. മാഗി ആക്കി മക്കൾ ഇച്ചിരി അമ്മമ്മയും കൂടി തിന്നുന്നേ. അപ്പൊ ഇവിടെ കൂട്ട വിതരണം നടക്കുകയാണ്. ഇതുപോലെ ചോറങ്ങാനും കൊടുത്തോക്കണം. 4 വട്ടം ബേക്കിലേ പോണി വരെ. ഇതാക്കുകയും ചെയ്തു, കഴിക്കലും ഇവരെന്നെ ആക്കും, ഇവരെന്നെ കഴിക്കും. ഒരു പ്രശ്നവുമില്ല. എന്താ നല്ലല്ലേ? ഇവർ 2 മാഗി മേടിച്ചു കൊടുത്താൽ മതി. പക്ഷെ അങ്ങനെ എപ്പോഴൊന്നും ആക്കാൻ പറ്റില്ല. നല്ലതൊന്നല്ല. നമ്മളിപ്പം കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ കൊണ്ടുവന്ന ഒരു പാക്കറ്റാണ്. അത് ഇന്നത്തോടെ തീർന്നു. അപ്പൊ മണിക്കൂട്ട നീ അഭിപ്രായം ചോദിക്കും. നിന്റെ മാഗി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എങ്ങനെയാക്കിയതെന്നെല്ലാം. അടിപൊളി. എങ്ങനെയുണ്ട് അമ്മാമ്മേന്റെ അഭിപ്രായം ചോദിക്കട്ടെ? അടിപൊളി അല്ലേ? അമ്മാമ്മക്ക് മാഗി ആക്കാൻ അറിയില്ല കേട്ടാ. ഇന്നലെ 12 മണിക്കാണ് മാഗി ആക്കി തരണം എന്ന് പറഞ്ഞിട്ട്. അത് കൊണ്ടുവന്നതിന് ഇവിടെ അതന്നെ അവസ്ഥ. ഇനിയിപ്പോ അത് തീർന്നില്ല, സംഭവം തീർന്നില്ലേ? രാവിലെ പാത്രം കണ്ടതല്ലേ പഠിക്കാൻ. ഞാൻ പാത്രം പഠിച്ചു വെച്ച പാത്രം എങ്ങനെയാണ് നീലൊരു പാത്രം കാണുന്നത്. അപ്പൊ പുതിയ വിശേഷമെല്ലാം ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ഇവരെ പഠിച്ചിട്ട് വേഗം ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കട്ടെ. അതുവരെ ബൈ ബൈ. ബൈ 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 ബൈ.